സ്വയം കുഴിച്ച കുഴി വീണത് സഖാവ്. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന് പഴമക്കാർ വെറുതെ പറയുന്നതല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് നമ്മുടെ CPM. കഥ കേട്ടാൽ ആരും ചോദിച്ചു പോകും, ഇതിപ്പോ ലോട്ടറിയടിച്ചതാണോ അതോ വെടിവഴിപാട് പാളിയതാണോ എന്ന്. വടകരയിലെ ആ പ്രശസ്തമായ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയ ഗോതയിൽ ലൈവായിരിക്കുകയാണ്. എന്താല്ലേ, അന്വേഷണ സംഘം ആദ്യത്തെ വിക്കറ്റ് വീഴ്ത്തിയപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ് പുറത്തുവന്നത്. പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും ആയിരിക്കും എന്ന് കരുതി വലവീശിയ പോലീസിന് കിട്ടിയത് മറ്റാരെയുമല്ല, സ്വന്തം അണിയായ DYFI വടകര ബ്ലോക്ക് കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിനെ. വടകര സ്ക്വാഡും ഡിജിറ്റൽ മായാജാലവും. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി 2024 ലോക്സഭാ ഇലക്ഷന് തൊട്ടുമുമ്പ് മാർച്ച് 18 ഉണ്ടാക്കിയ വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരു പ്രധാന അഡ്മിനായിരുന്നു കക്ഷി. കകക്ഷി ചെയ്ത പണി ഗ്രൂപ്പ് അഡ്മിൻ പണി മാത്രമല്ല, കേസ് വന്നപ്പോൾ തെളിവുകൾ അപ്പാടെ വിഴുങ്ങാൻ, ഡിജിറ്റൽ തെളിവുകൾ നശിപ്പിക്കാൻ നോക്കി എന്നതാണ് സഖാവിന് മേൽ ചുമത്തിയിരിക്കുന്ന കുറ്റം. ട്വിസ്റ്റ് എന്തെന്നാൽ മുൻ സർക്കാർ കാലത്ത് ഒതുക്കിത്തീർത്തു എന്ന് കരുതിയ കേസ് പുനരന്വേഷിച്ചപ്പോഴാണ് ഈ എട്ടിന്റെ പണി സ്വന്തം പാളയത്തിലേക്ക് തന്നെ തിരിച്ചടിച്ചത്. സഖാക്കൾ ഇപ്പോൾ ഇഞ്ചിക്കടിച്ച അവസ്ഥയിലായി. അറസ്റ്റ് വാർത്ത പുറത്തുവന്നതോടെ CPM, DYFI നേതൃത്വങ്ങൾ ഒന്നടങ്കം ഡിഫൻസിലായിരിക്കുകയാണ്. ക്യാപ്സൂളുകൾ ഒന്നും തികയാത്ത അവസ്ഥ. പ്രതിരോധിക്കാൻ നോക്കി ഒടുവിൽ സ്വന്തം കാലിൽ തന്നെ കുടമ്പക്കല്ല് വീണ അവസ്ഥയിലാണ് പാർട്ടി അണികൾ. ഒരു ചെറിയ സംശയം ബാക്കിയുണ്ട് ബോസ്. കേസ് ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ആ വിവാദ സ്ക്രീൻഷോട്ട് ആദ്യമായി ഡിസൈൻ ചെയ്ത ആ ക്രിയേറ്റീവ് ജീനിയസ് ആരാണെന്ന് മാത്രം ഇതുവരെ പോലീസിന് പിടികിട്ടിയിട്ടില്ല. അതിനുള്ള അന്വേഷണം ഇപ്പോഴും ഊർജിതമായി നടക്കുന്നുണ്ടത്രേ. ഇനിയും ആരൊക്കെയാണാവോ ഈ കുഴിയിലേക്ക് ചാടാൻ ക്യൂ നിൽക്കുന്നത്? കാത്തിരു